മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. എന്റെ ജീവിതത്തിലെ നേരും നർമ്മവും നിറഞ്ഞ മുകേഷ് കഥകളിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹലോ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എപ്പോഴാ മുകേഷ് ചേട്ടൻ ഇന്നലെ രാത്രി വലിയ വിളിച്ചത്, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയുള്ള സമയം ആയില്ല. അല്ല, ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വന്നേ, എന്റെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. ഈശ്വര, വല്ലയിടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവെച്ച പോലെ ആയല്ലോ. ഹലോ, ഞാൻ കൊല്ലത്തില്ല. നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണ്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. നീ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നേ ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ. ഇത് എന്റെ അടുത്ത് ഹലോ രണ്ട് പളുണ്ടോ? ഒരു 10 ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം പാടാണ്. ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നേ പിന്നെ അല്ലാതെ നാണം പറഞ്ഞ ഉളുപ്പ്. ഞാൻ വിളിക്കുമ്പോഴേ ഇത് ഫ്രീയാ. രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇന്നലെ എനിക്കൊന്ന് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വൈകുന്നേരം ആവില്ലേ? 5:15 കഴിയാറാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഇവിടെ ആളില്ലാത്ത ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കേട്ടോ. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.